ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ മണാലിയിൽ നിന്ന് ഇന്ന് രാവിലെ എത്തി. കാശ്മീരി ഗേറ്റിൻ്റെ സ്റ്റോപ്പിലാണ് ഇറങ്ങി. അപ്പോൾ അതിനടുത്തുള്ള ഒരു ഹോട്ടൽ നമ്മൾ ബുക്ക് ചെയ്തു. ജസ്റ്റ് ഒരു 10 കിലോമീറ്റർ അവിടുന്ന് നമ്മൾ വന്ന് ഉറങ്ങി. ഇപ്പം നമ്മൾ ഉറങ്ങിയെന്ന് പറഞ്ഞാൽ മാക്കനടന്ന് ഉറങ്ങി. 8 മണിക്ക് എന്തോ കിടന്ന് ഉറങ്ങിയാണ് വന്നത്. നമ്മൾ എണീറ്റപ്പോൾ 2 മണി അടുപ്പിച്ചായി. കാരണം ഇന്നലെ ബസ്സിൽ നേരെ ഉറങ്ങാൻ പറ്റില്ല. അവർ പല സ്ഥലത്ത് നിർത്തുകയൊക്കെ ചെയ്തു. എന്തോ ചെക്കിങ്ങും സെക്യൂരിറ്റി ഇഷ്യൂസ് എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഇന്നലെ ബസ്സിൽ എന്തോ സംഭവം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇന്നിപ്പോൾ നമ്മൾ ജമാ മസ്ജിദ് ഏരിയ, ചന്ദനി ചോക്ക്, അങ്ങനെയുള്ള ഈ നിയർ ബൈ പ്ലേസിലൊക്കെ പോവാണ്. പറ്റുവാണെങ്കിൽ ജന്തർ മന്ദിറും കൊണാട്ട് പ്ലേസും പോവും. പോയിട്ട് നിങ്ങളെ പോകുമ്പോൾ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ അങ്ങോട്ട് പോവാം. ഓക്കെ. അതല്ലേ ജന്തർ മന്ദിർ? ഓക്കെ. ഓട്ടോ വന്നിറങ്ങിയ ലൊക്കേഷൻ ഇതിൻ്റെ പുറകിലായിരുന്നു. അവിടുത്തെ ഗേറ്റ് ക്ലോസ് ചെയ്തേക്കുമായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നടന്ന് തിരിച്ചു പോയിട്ടൊന്ന് വെയിറ്റ് നോക്കണം. എനിക്ക് നാട്ടിലൊന്ന് പോണം, മനുഷ്യരെയൊക്കെ ഒന്ന് കാണണം. ചോറ് കഴിക്കണം. അതാ, ചോറ് കഴിക്കണം. 7 ദിവസമായെന്ന് തോന്നുന്നു നമ്മൾ വന്നിട്ട്. പക്ഷേ 8 ദിവസമായി. ചോറും മീൻകറി, മുട്ട പൊരിച്ചതൊക്കെ മിസ് ചെയ്യും. ഇവിടെ നല്ലൊരു ക്ലൈമറ്റ്, നല്ലൊരു ആംബിയൻസ് അല്ലേ? ആ ഒരു തിരക്കുള്ള ഏരിയ ആ മൊത്തത്തിൽ വ്യത്യാസമുണ്ട്. ഒരു ഭയങ്കര ക്രൗഡും തിരക്കും ബഹളത്തിന്റെ ഇടയിൽ നിന്നൊക്കെ മാറി ഒരു നല്ലൊരു സ്ഥലം തന്നെ. പക്ഷെ നാളെ പോണ്ടേ? നല്ല ലൈറ്റ് കേട്ടോ പറയുന്നു. പ്രകൃതി രമണീയമായ സ്ഥലം. രമണീയല്ല, പ്രകൃതി രമണീയമായ സ്ഥലം, അങ്ങനെയല്ലേ പറയുന്നത്? അതെ. എങ്ങനെയുണ്ട് മിനു ഒരാഴ്ചത്തെ തൻ്റെ കുറേ നാളത്തെ ട്രാവൽ? ആഗ്രഹിച്ച എക്സ്പീരിയൻസ് ആണ്. ഒത്തിരി നാളിന് ശേഷം ഇങ്ങനൊരു ട്രിപ്പ് പോയപ്പോൾ മൈൻഡ് ഒന്ന് ഫ്രഷായി. പക്ഷെ നാട്ടിൽ പോകാനുള്ള ഒരു മൈൻഡ് സെറ്റായി. എനിക്ക് വീട്ടിൽ പോകണം എന്നല്ലേ? പോവാ. ജന്തർ മന്ദിർ. എന്താണ് ഇവിടുത്തെ പ്രത്യേകത അറിയാം? വരൂ നമുക്ക്. അവിടെ എഴുതി വെച്ചേക്കണ വായിച്ചു നോക്കി. അവിടെ എഴുതി വെച്ചേക്കുന്ന വായിച്ചു നോക്കിയിട്ട് മനസ്സിലാക്കണം ഇവിടുത്തെ പ്രത്യേകത. വരും. എന്തോ പറഞ്ഞല്ലോ. ഇതാണ് ജന്തർ മന്ദിർ. സെർച്ച് ചെയ്യണേ. ഇതെന്ന് പറയുന്നത് located in a modern instruments of measuring harmony of heavens. അതാണ് ഇത്. തർജിമ ചെയ്യ്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. തർജിമ പറ. ഇതെന്ന് പറയുന്നത് ആസ്ട്രോണമിക്കൽ ഒബ്സർവേഷൻ സൈറ്റാണ്. ഒരു ഫീൽ അല്ല ആ ഒരു ഏരിയയില്. അതാണ് മ്യൂസിയം, കനകക്കുന്ന് അവിടെയൊക്കെ വരുമ്പോൾ ആളുകൾ വന്നിരിക്കും. അങ്ങനെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാനും ഇങ്ങനെ നടക്കാനും ഒക്കെ പറ്റിയ ഒരുപാട് വലിയ തിരക്കുണ്ടെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ
അത്യാവശ്യം ആൾക്കാരുണ്ട്. ആളുകളൊക്കെ ഒത്തിരി ഇവിടെ അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്. സണ്ണിങ്ങനെ സെറ്റ് ആവാനായിട്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ. ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു കണ്ടുപിടുത്തം വെച്ചിട്ട് ഡേയും നൈറ്റും ഉണ്ടാകുമ്പോൾ സൺറൈസും സൺസെറ്റും അറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സ്പെസിഫിക് പോയിൻറ്റ്സിൽ എന്തോ ഈ ഷാഡോ പതിക്കുമെന്ന്, അതനുസരിച്ചിട്ടാണ് ടൈം ഡിറ്റക്റ്റ് ചെയ്യുന്നത് എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററി അല്ലെങ്കിൽ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാവുന്നവർ കമൻറ്റ് ബിലോ കമൻറ്റ്. ഇന്ന് നമ്മുടെ കൂടെ ഗൈഡ് ഇല്ലാത്തത് കൊണ്ട് ഒരു ഉന്മേഷമില്ല. ഗൈഡ് ഇന്ന് ബിസിയാണ്. എന്തോ പരിപാടി ഉണ്ട് ഗൈഡിന്. അതുകൊണ്ട് എന്തോ ഒരു കുറവ് പോലെ നമുക്ക് തോന്നുകയാണ്. ഇത്രയും ദിവസം ഗൈഡ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് എന്തുവാ സംഭവം എന്ന് ഇതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലാത്തത് കൊണ്ട് ഗൈഡും കൂടി ഉണ്ടായിരുന്നെങ്കിൽ വി മിസ് യു ഗൈഡ്. എടുക്കണം, ഓർഡർ എടുക്കണം, നോക്കാം. എന്താ നമ്മൾ കഴിക്കാൻ പോണ? കൈയുണ്ട്. ഇങ്ങനെ സ്ട്രൈറ്റ് ആണ്. ലാസ്റ്റ് ടൈം വന്ന പോലെയാണോ? എങ്ങനെയുണ്ട് ഖുറൈശി കബാബ്? നല്ല ടേസ്റ്റാണ്. നല്ല ഫ്ലേവർ, രക്ഷയില്ലാത്ത ഫ്ലേവറാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിക്കാറുണ്ടല്ലോ? ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിക്കാറുണ്ട്. പിന്നെ ഇതൊക്കെ പിന്നെ പുതുമായിരിക്കും. ഇത് ഭയങ്കര തിരക്കാണ്. എങ്ങനെയുണ്ട്? പോയാ മറ്റത്? എത്ര? കുറുവി എണ്ണം നോക്കിയാണോ എത്ര കിട്ടും? അയാളെ കാണാനില്ല.